നമസ്കാരം. അക്ഷയ കേരളമിലേക്ക് സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളെ ബാധിക്കുന്ന നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച ചർച്ചകൾ സംസ്ഥാനത്തുടനീളം ശക്തമാവുമ്പോൾ മറ്റൊരു ഭാഗത്ത് വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധനയും വിധവ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി ബന്ധപ്പെട്ട അർഹതാ പരിശോധനകളും കൂടുതൽ ശ്രദ്ധ നേടുകയാണ്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം സംബന്ധിച്ച് എന്താണ് നിലവിലെ സ്ഥിതി, അതുപോലെ ജൂൺ 30 എന്തുകൊണ്ടാണ് നിർണായകമായ ഒരു തീയതിയായി പെൻഷൻകാർക്ക് മാറിയിരിക്കുന്നത്, അതുപോലെ എല്ലാ പെൻഷൻകാരും ഗുണഭോക്താക്കളും പുതിയ രേഖകൾ സമർപ്പിക്കേണ്ടതുണ്ടോ, വിധവ പെൻഷൻ വാങ്ങുന്നവർക്കായി പുതിയ പരിശോധനകളുണ്ടോ, ഈ വിഷയങ്ങൾ ഓരോന്നും നമുക്ക് വിശദമായി നോക്കാം. അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ പദ്ധതികൾ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ്. വാർദ്ധക്യ പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഇങ്ങനെ നിരവധി പദ്ധതികളിലായി 62 ലക്ഷത്തിലധികം ആളുകളാണ് ഗുണഭോക്താക്കളായി ഉള്ളത്. ഒരു കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം തന്നെ പലപ്പോഴും പെൻഷൻ തുകയാണെന്നുള്ളതാണ് സത്യാവസ്ഥ. അതുകൊണ്ട് തന്നെ എല്ലാ മാസവും പെൻഷൻ വിതരണം സംബന്ധിച്ച വാർത്തകൾ കൂടുതൽ ചർച്ചയാവുകയാണ്. ജൂൺ മാസം അവസാനത്തിലേക്ക് കടക്കുമ്പോൾ നിരവധി ആളുകൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജൂൺ മാസത്തെ പെൻഷൻ വിതരണം തുടങ്ങിയോ? ഇതുവരെ തുക ലഭിക്കാത്തവർ ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് പരിശോധിക്കാം. പ്രായമായ മാതാപിതാക്കൾ, ഒറ്റയ്ക്ക് കഴിയുന്ന വിധവകൾ, ഭിന്നശേഷിക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ, ഇവർക്കെല്ലാം ജീവിതത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നത് ക്ഷേമ പെൻഷനാണ്. ഓരോ മാസവും ലഭിക്കുന്ന തുക മരുന്നിനും ഭക്ഷണത്തിനും ദൈനംദിന ചിലവുകൾക്കും ആശ്രയമാകുന്ന സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് ചെറിയ കാലതാമസം പോലും വലിയ ആശങ്കകൾക്ക് കാരണമാവാറുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് വരുമാന സർട്ടിഫിക്കറ്റ്. എല്ലാവരും പുതിയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണമെന്ന് കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനുത്തരം ഇല്ല എന്നാണ്. 2019 ഡിസംബർ 31 വരെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ ഒരു തവണ പോലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർക്കാണ് ഈ നടപടി പ്രധാനമായും ബാധകമാകുന്നത്. അതായത് എല്ലാ ഗുണഭോക്താക്കളും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ള കാര്യമാണ് പറയാനുള്ളത്. വേറൊരു ചോദ്യമുണ്ട്, എന്തിനാണ് സർക്കാർ ഈ പരിശോധന നടത്തുന്നത് എന്നുള്ളത്. അർഹരായവർക്ക് മാത്രം ആനുകൂല്യം ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. തെറ്റായ രേഖകൾ ഉപയോഗിച്ച് ആനുകൂല്യം നേടുന്നവർ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും യഥാർത്ഥ അർഹരായവർക്ക് സഹായം ഉറപ്പാക്കുകയും ചെയ്യുക എന്നാണ് സർക്കാരിന്റെ ഒരു നിലപാട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ രേഖകളുടെ പരിശോധന നടക്കുന്നത്. ജൂൺ 30 എന്ന തീയതി ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയാണ്. കാരണം വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ട വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ഇതൊരു നിർണായക സമയപരിധിയാണ്. അതുകൊണ്ട് അവസാന ദിവസങ്ങളിലേക്ക് മാറ്റിവെക്കാതെ എത്രയും വേഗം നടപടികൾ പൂർത്തിയാക്കുന്നതാണ് ഉചിതം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെൻഷൻ തുക ഒരുപക്ഷെ നിങ്ങൾക്ക് ലഭിക്കാതെയാവും. അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടുക, വരുമാന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. സമീപകാലത്ത് വിധവ പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചും നിരവധി വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിവാഹ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി, പുതിയ പരിശോധന തുടങ്ങി എന്നിങ്ങനെ പലതരത്തിലുള്ള വാർത്തകളും കാണാൻ. എന്നാൽ എല്ലാ ഗുണഭോക്താക്കളോടും വിവാഹ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സർക്കാർ പൊതുവായ നിർദ്ദേശം നൽകിയിട്ടില്ല. അതേസമയം അർഹതാ പരിശോധനയുടെ ഭാഗമായി ആവശ്യമായ സാഹചര്യങ്ങൾ, വിവരങ്ങൾ പരിശോധിക്കാറുണ്ട്. ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാം. തെറ്റായ വിവരങ്ങൾ നൽകിയാൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. തെറ്റായ രേഖകൾ, വ്യാജ വിവരങ്ങൾ, അർഹതയിൽ മാറ്റമുണ്ടായിട്ടും അറിയിക്കാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ കണ്ടെത്തിയാൽ പെൻഷൻ റദ്ദാക്കുന്നതിനും തുക തിരിച്ചു പിടിക്കുന്നതിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തെറ്റായ രേഖകൾ, വ്യാജ വിവരങ്ങൾ, അർഹതയിൽ മാറ്റമുണ്ടായിട്ടും അറിയിക്കാതിരിക്കുക, ഈ കാര്യങ്ങൾ ചെയ്യാതിരിക്കൂ. പിന്നെയുള്ള കാര്യം, വ്യാജ വാർത്തകളിൽ നിന്ന് ഉള്ള ജാഗ്രത നിർദ്ദേശമാണ്. 4000 രൂപ വിതരണം തുടങ്ങി എല്ലാവരുടെയും പെൻഷൻ നിർത്തി, വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ പണം കിട്ടില്ല, ഇത്തരത്തിലുള്ള വാർത്തകൾ പരിശോധിക്കാതെ വിശ്വസിക്കുന്നത് അപകടകരമാണ്. ഔദ്യോഗിക ഉത്തരവുകളും സർക്കാർ വെബ്സൈറ്റുകളും മാത്രം വിശ്വസിക്കുക. ഇനി ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങൾ പറയാം. ഒന്നാമത്, നിങ്ങൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ടോ എന്ന് ഉറപ്പാക്കുക. രണ്ടാമത്, ജൂൺ 30 അവസാന തീയതിയാണ്, അത് മറക്കരുത്. മൂന്നാമത്, ബാങ്ക് വിവരങ്ങൾ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. നാലാമത്, ആധാർ വിവരങ്ങൾ പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക. അഞ്ചാമത്, കുടുംബ വിവരങ്ങൾ മാറ്റമുണ്ടെങ്കിൽ അറിയിക്കുക. ആറാമത്, അക്ഷയ കേന്ദ്രങ്ങളുടെ സേവനം ഉപയോഗിക്കുക. ഏഴാമത്, വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. എട്ടാമത്, പെൻഷൻ സ്റ്റാറ്റസ് ഇടയ്ക്ക് പരിശോധിക്കുക, അത് നല്ലതാണ്. ഒൻപതാമത്, രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക. പത്താമത്, ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുന്നതും നല്ലതാണ്.
അതേപോലെ തന്നെ വിധവാ പെൻഷൻകാരുടെ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. വിധവാ പെൻഷൻ ഒരു പ്രത്യേക അർഹതയുള്ള അടിസ്ഥാനത്തിൽ അനുവദിക്കുന്ന പദ്ധതിയാണ്. പിന്നീട് വിവാഹം നടക്കുകയും അക്കാര്യം മറച്ചുവെച്ച ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്താൽ അത് പിന്നീട് പ്രശ്നങ്ങളിലേക്ക് നയിക്കാം. അതിനാൽ കുടുംബ വിവരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളെ അറിയിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും ആളുകൾ കരുതുന്നത് സർക്കാർ തുക അനുവദിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളുണ്ട്. അതായത് അനുവദിച്ചിട്ടും ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളത്. എന്നാൽ ചിലപ്പോൾ കാലതാമസത്തിന് കാരണം മറ്റൊന്നായിരിക്കാം. അതായത് ബാങ്ക് അക്കൗണ്ട് നമ്പർ പിശക്, IFSC കോഡ് മാറിയത്, ആധാർ ലിങ്കിങ് പൂർത്തിയാകാത്തത്, അക്കൗണ്ട് പ്രവർത്തനരഹിതമായത്, ഇത്തരം കാരണങ്ങളാലും തുക ലഭിക്കാൻ താമസം നേരിടാം. പല പ്രദേശങ്ങളിലും സഹകരണ ബാങ്കുകളുടെയും ഏജന്റുമാരുടെ സഹായത്തോടെയാണ് വീടുകളിൽ പണം എത്തുന്നത്. അതുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തിയാലും എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ ദിവസം പണം എത്തണമെന്നില്ല എന്നില്ല. ചില സ്ഥലങ്ങളിൽ വിതരണം പൂർത്തിയാകാൻ ദിവസങ്ങൾ എടുത്തേക്കാം. കേരളത്തിലെ ലക്ഷക്കണക്കിന് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ജൂൺ 2026 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച പ്രഖ്യാപനം. ജൂൺ മാസം അവസാന ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ നിരവധി ഗുണഭോക്താക്കൾ ദിവസവും ഒരേ ചോദ്യം ചോദിക്കുകയാണ്: ജൂൺ മാസത്തെ പെൻഷൻ എപ്പോൾ ലഭിക്കും? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സാമൂഹ്യ മാധ്യമങ്ങളിലും യൂട്യൂബ് ചാനലുകളിലും നിരവധി വാർത്തകളാണ് പ്രചരിക്കുന്നത്. ഇന്നു മുതൽ വിതരണം, ഈ തീയതി മുതൽ വിതരണം, 4000 രൂപ ഒരുമിച്ച്, ഇത്തരത്തിലുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായി സർക്കാർ പ്രഖ്യാപിച്ച തീയതി മാത്രമാണ് ഗുണഭോക്താക്കൾ വിശ്വസിക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ ഏകദേശം 62 ലക്ഷം ആളുകളാണ് ക്ഷേമ പെൻഷനെ ആശ്രയിക്കുന്നത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ മാതാപിതാക്കൾ, വിധവകൾ, ഭിന്നശേഷിക്കാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ, ഇവരിൽ പലർക്കും മാസ ചെലവുകളുടെ പ്രധാന ആശ്രയം തന്നെ പെൻഷൻ തുകയാണ്. മരുന്ന് വാങ്ങാനും വീട്ടു ചെലവുകൾ നടത്താനും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനും പെൻഷൻ തുക നിർണായകമാണ്. അതുകൊണ്ട് തന്നെ ഓരോ മാസവും വിതരണം സംബന്ധിച്ച പ്രഖ്യാപനത്തിനായി ആളുകൾ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കാറുണ്ട്. സാധാരണയായി ധനവകുപ്പിന്റെ അനുമതിയും സർക്കാർ ഉത്തരവും വന്ന ശേഷമാണ് വിതരണം സംബന്ധിച്ച വ്യക്തത വരുന്നത്. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ വകുപ്പ്, സഹകരണ ബാങ്കുകൾ, വിവിധ വിതരണ സംവിധാനങ്ങൾ എന്നിവ വഴി വിതരണം പൂർത്തിയാക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. അതുകൊണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതുവരെ കൃത്യമായ തീയതി ഉറപ്പിച്ച് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ചിലർ ഒരു തീയതി പറയുന്നു, ചിലർ മറ്റൊരു തീയതി പറയുന്നു. ചില വീഡിയോയിൽ വിതരണം തുടങ്ങി എന്ന് അവകാശപ്പെടുന്നു. എന്നാൽ ഓരോ ഗുണഭോക്താക്കളും മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ഒന്നാണ്: ഔദ്യോഗിക ഉത്തരവ് വരുന്നത് വരെ ഒരു തീയതിയും അന്തിമമായി കണക്കാക്കാൻ സാധിക്കില്ല. സർക്കാർ തുക അനുവദിച്ചാൽ പോലും എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ ദിവസം പണം ലഭിക്കണമെന്നില്ല. ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് ലഭിക്കുന്നവർ, സഹകരണ ബാങ്കുകൾ, വീടുകൾ എത്തിച്ചു നൽകുന്നവർ, ഈ വ്യത്യസ്ത മേഖലകളിലെ വിതരണ സംവിധാനം, ഇവ കാരണം വിതരണം പൂർത്തിയാക്കാൻ ദിവസങ്ങൾ എടുത്തേക്കാം. അതുകൊണ്ട് ആദ്യ ദിവസം ലഭിക്കാത്തത് കൊണ്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കുക, ആധാർ നമ്പർ വിവരങ്ങൾ കൃത്യമാണോ എന്ന് ഉറപ്പാക്കുക, മൊബൈൽ നമ്പർ സജീവമാണോ എന്ന് നോക്കുക, വ്യാജ വാർത്തകളിൽ വീഴാതിരിക്കുക. ജൂൺ മാസത്തെ പെൻഷൻ സംബന്ധിച്ച പ്രഖ്യാപനം എത്രയും വേഗം ഉണ്ടാകുമെന്നാണ് ഗുണഭോക്താക്കളുടെ പ്രധാന പ്രതീക്ഷ. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിലും വിതരണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. ഓരോ മാസവും പോലെ തന്നെ ഇത്തവണയും വിതരണം സംബന്ധിച്ച വ്യക്തമായ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ജൂൺ 2026 ക്ഷേമ പെൻഷൻ വിതരണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗിക പ്രഖ്യാപനം വന്ന ശേഷമേ കൃത്യമായ തീയതി ഉറപ്പിക്കാനാവൂ എന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭ്യൂഹങ്ങളും വ്യാജവാർത്തകളെയും ആശ്രയിക്കാതെ സർക്കാർ അറിയിപ്പുകൾ മാത്രം പിന്തുടരുക. പുതിയ പ്രഖ്യാപനമോ വിതരണം സംബന്ധിച്ച് ഔദ്യോഗിക തീയതിയോ പുറത്തു വന്നാൽ അതിന്റെ വിശദമായ വിവരങ്ങളുമായി വീണ്ടും എത്തുന്നതാണ്. നന്ദി, നമസ്കാരം.